മുന്നേക്ക് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മേയറാണ്. പിന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരക്ക് കൂടുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും ആളുകളുടെ സാന്നിധ്യവും അവരുടെ പാർട്ടിസിപ്പേഷനും ഒക്കെ കൂടുന്നുണ്ട്. പ്രകൃതി നല്ലപോലെ കഞ്ഞിക്കുന്നുണ്ട്. അത് മേയറെ ഗുണം കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ഗുരുവായൂർ ഏകാദശിയിലും അവിടെയൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ വിഷമിക്കാറുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ നമിക്കുന്നു. അടുത്ത പ്രാവശ്യം പൊങ്കാല ഉണ്ടാവുന്ന സംശയം. എല്ലാ വർഷവും ട്രാഫിക് ഒന്നും നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റാണ്. ഇപ്രാവശ്യം നല്ല സൗകര്യമായിട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട് നമുക്ക്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചും കൂടെ ജനങ്ങളും ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര്. കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു ഞാൻ പൊങ്കാലിട്ടത്. ഇപ്രാവശ്യം അവിടെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ വർഷം പൊങ്കാലിട്ട അമ്മമാർ ഇപ്രാവശ്യം ഇവിടെ തന്നെയാണ്. ഒത്തിരി തിരക്കുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ നല്ല തിരക്കുണ്ട്. ബിഗ് ബോസിന് ശേഷം നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഇടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല, ഇടണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പം ഹെൽത്ത് വൈസ് നോക്കിയപ്പോൾ എന്തോ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇടാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പുതിയൊരു ഏഷ്യൻ തന്നെ പുതിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ഷൂട്ട് ഈ മാസം തുടങ്ങും. അങ്ങനെ കേട്ടില്ല. നല്ല മേയറാണ്. നല്ല മേയറാണ്. നമ്മുടെ മേയറല്ലേ, നല്ല മേയറാണ്. അതെ, നല്ല മനുഷ്യനാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ, ഫൈൻ 400 രൂപ പിടിച്ചതിന്റെ പേരിൽ 100 രൂപ ആക്കി കൊടുത്തത്. അത് നല്ല കാര്യമല്ലേ? അതെ, പിന്നെ അത് ഇറങ്ങണം ഇറങ്ങി തന്നെ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹം. ഇങ്ങനെ തന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മുടെ മലയാളികൾക്ക് എന്തൊക്കെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് വേണം, അത് അറിഞ്ഞു വരുന്ന ഇതുപോലെയുള്ള ആൾക്കാർ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ഇന്നലെ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം തോന്നി. അതെ, പിന്നെ ഉറപ്പായിട്ട്. കാരണം മുന്നേക്ക് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷം. അഭിമാനം, ട്രിവാൻഡ്രംകാർക്ക് അഭിമാനിക്കാം. ഉടനെ അത് നമുക്ക് ഒരു നിമിത്തമല്ലേ, ഇതൊക്കെ സമയമാകുമ്പോൾ നടക്കും, അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു. ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഈ പ്രാവശ്യമാണ് നല്ലതുണ്ടായത്. കുറച്ചുകൂടി സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കത്ര ഇപ്പം ഇപ്രാവശ്യം കുറവായിരുന്നു ട്രാഫിക്. ഇപ്പം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. പുതിയൊരു മേയർ വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ. നല്ല അഭിപ്രായം. നല്ലതായിട്ട് ഇപ്പോൾ സൗകര്യം ചെയ്തതുപോലെ തോന്നുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നല്ല സൗകര്യമായിട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട് നമുക്ക്. എല്ലാം നല്ല തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ രീതിയിലും നല്ലതായിരുന്നു അഭിപ്രായം. ഇപ്പം കാണുന്നുണ്ട്. പൊങ്കാല ടൈമിലെ കൂടെ വന്നതാണല്ലോ. അതെ. ഇപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നല്ലോ. എങ്ങനെ ഉണ്ട് ആ ഒരു മാറ്റം? അല്ല, പൊങ്കാലൊക്കെ മാറ്റമൊന്നുമില്ല. വേറൊരു മാറ്റം ഇവിടെ ഉണ്ടായേക്കണത്. കഴിഞ്ഞ പ്രാവശ്യം കട്ട പൊട്ടിച്ചോളെന്ന് പറഞ്ഞു. ഈ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച കട്ട എല്ലാം പൊട്ടിച്ചു കളയണം എന്നാണ് അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കട്ട പൊട്ടിക്കരുത്. പക്ഷെ ആര്യ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ പറഞ്ഞ് കട്ട പൊട്ടിക്കരുത്, പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ആ കട്ട ഉപയോഗിക്കാന്ന് പറഞ്ഞു. അന്ന് കട്ട പൊട്ടിച്ചോളാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഭരണത്തിൽ വന്നേക്ക്. ഇപ്രാവശ്യം കട്ട പൊട്ടിക്കുന്നില്ല, ആരും പൊട്ടിക്കില്ല. ആ കട്ട എടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പോയി. പുതിയ മേയറെ പറ്റി ഞാൻ രാഷ്ട്രീയമായിട്ട് എതിരാളിയാണ്. പക്ഷെ അതിലിപ്പോ 2 മാസമായിട്ടുള്ള ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് അരിയൊന്ന് വെന്താലല്ലേ അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. ഓരോരുത്തരൊരു ഇതുണ്ടല്ല, അതനുസരിച്ചല്ലേ വരുള്ളൂ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. BJP എന്താണെന്ന് ഇവിടെ നടത്താൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പൊങ്കാല ഉണ്ടാവുന്ന സംശയം. കാരണം മറ്റ് എല്ലാ നാനാ ജാതി മതസ്ഥരും ഈ പൊങ്കാലയിൽ പങ്കെടുക്കണം. ഇപ്പൊ തന്നെ ഇമാം തന്നെ പറഞ്ഞേക്കാണ്ട, പള്ളി തുറന്നു കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അതിനൊന്നും ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവം ഇത്. ഈ വർഷത്തെ പൊങ്കാല എങ്ങനെ ഉണ്ടത്? പൊങ്കാല നല്ല മനസ്സിന് കുളിർമയും സന്തോഷവും എല്ലാം നൽകുന്ന വർഷത്തിലൊരിക്കലും നമ്മൾ വരുമ്പോൾ നല്ല സന്തോഷപൂർവ്വം അമ്മനെ തൊഴുത് വണങ്ങി മനസ്സിന് ആനന്ദം പകരും. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം എല്ലാം അറ്റ്മോസ്ഫിയർ ഒരുപോലെ തന്നെ, പക്ഷേങ്കിലും നമുക്ക് മനസ്സിനൊരു സന്തോഷം, വർഷത്തിന് നമുക്കിത് വരാനുള്ള ഒരു താല്പര്യവും വർഷം കഴിയും തോറും നമുക്ക് പ്രോത്സാഹനം കൂടുകയുള്ളൂ, കുറയുന്നില്ല. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അത് ഒരു 7ാമത്തെ വർഷമായി സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയിട്ട്. ഇന്നലെ ഒരു ബുദ്ധിമുട്ടും എവിടെ അനുഭവപ്പെടാതെ നല്ല രീതിക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭരണമാറ്റം വന്നല്ലോ. എല്ലാ വർഷവും ട്രാഫിക് ഒന്നും നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. എല്ലാ അറേഞ്ച്മെൻറ്റും കറക്റ്റാണ്. പിന്നെ നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ വൃത്തിയായിട്ട് കാര്യങ്ങൾ അവർ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിങ്ങനെ എവിടെ ഇടണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അതെല്ലാം വൃത്തിയായിട്ട് തന്നെ അവരെടുത്തോണ്ട് പോകും. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാവണ്ട എന്നായിരുന്നു ഇവിടെയുള്ള സംഘാടകർ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ പോസിറ്റീവ്. കാരണം നമ്മളെ ഏറ്റവും പൊങ്കാലയിട്ട് പോകുന്നതിനേക്കാൾ ഉപരി അതിൽ വരുന്ന ഓരോ വ്യക്തികളിലും ഇഷ്ടംമാതിരി വേസ്റ്റുകൾ വരെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് വിറകുകളൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ എടുത്തുകൊണ്ട് പോകും. നിങ്ങളൊരു ഭാഗത്ത് വെച്ചാൽ മതി എന്ന് മാത്രമേ പറഞ്ഞത്. അപ്പം നെക്സ്റ്റ് ഇയർ ഞങ്ങളിവിടെ എത്തുമ്പം വളരെ നല്ല രീതിയിലുള്ള ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ആശംസകളും കൂടെ പുള്ളിക്ക് മേയറിന് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാ വർഷവും പൊങ്കാലിടാൻ ഇത്തവണ 3ാമത്തെ വർഷമാണ് ഇടുന്നത്. അപ്പം ഈ കഴിഞ്ഞ 3 വർഷമായിട്ടും നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ വർഷവും ഒന്ന് ഇടാൻ സാധിക്കണേന്ന്. ഈ വർഷവും സാധിച്ചു. അതിനൊരു വലിയ സന്തോഷത്തിലാണ്. മാറ്റങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെ വെച്ച്? എനിക്ക് തോന്നുന്നു തിരക്ക് കൂടുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും ആളുകളുടെ സാന്നിധ്യവും അവരുടെ പാർട്ടിസിപ്പേഷനും ഒക്കെ കൂടുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂർ ഈ വർഷത്തെ എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എല്ലാ ക്ഷേത്രത്തിൽ ഭയങ്കര ആഘോഷങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എന്നാലും ചിലപ്പോൾ നമ്മൾ ഗുരുവായൂർ ഏകാദശിയിലും അവിടെയൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ വിഷമിക്കാറുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ നമിക്കുന്നു ആ കാര്യത്തിൽ. അതെ, നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാ. ഞങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാ. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മളത് അതിൻ്റെതായ കൂടുതൽ നമ്മളൊക്കെ അതിന്റെ ആൾക്കാരാ. നമ്മളതിനോട് കൂടുതൽ അതിന്റെ ആണല്ലോ ഇപ്പൊ കാണുന്നത്. അതിന്റെ ആണ് ഇപ്പൊ നമുക്കിത് കാണുന്നത്. എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വേസ്റ്റിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം നന്നായി തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും. ഏറ്റവും നന്നായി ഞങ്ങൾ വന്നതിൽ എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ടെല്ലാം നമ്മൾ പ്രകൃതിയും ഒന്ന് എന്നും ഭയങ്കര ഞാൻ TV-യിൽ കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ വർഷം നോക്കിയപ്പോൾ പ്രകൃതി നല്ലപോലെ കനിഞ്ഞേക്കുന്നുണ്ട്. അത് മേറെ ഗുണം കൊണ്ടായിരിക്കാം എന്ന് ദേവി കനിഞ്ഞുണ്ട്. പ്രകൃതി കനിയാണ് ദേവിയുടെ അനുഗ്രഹം കൊണ്ടല്ലേ. അപ്പോൾ നന്നായി ഇരിക്കട്ടെ. അതിന് ജനസമൂഹത്തിന് വേണ്ടിയും എല്ലാം ചെയ്യട്ടെ അദ്ദേഹം. അതാണ് വേണ്ടത്. പൊങ്കാലേ നല്ല അടിപൊളി കഴിഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. ചാലക്കുടിയിൽ നിന്നാണ് വന്നേ. ചാലക്കുടി ഞങ്ങൾ 17 പേരുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് വന്നത്. വളരെ സന്തോഷം. അമ്മേനെ കണ്ട് അനുഗ്രഹം കിട്ടി. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. സന്തോഷം. കുഴപ്പമില്ല. എല്ലാം കൊണ്ട് നല്ല ഇത് കിട്ടി. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ കഴിഞ്ഞ പ്രാവശ്യം ആര്യ രാജേന്ദ്രനായിരുന്നു മേയർ. ഇപ്പൊ പുതിയ ആള് വി രാജേഷ് മേയർ. എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പൊ ഇങ്ങോട്ട് ആള് കേറിയിട്ടല്ലുള്ളൂ. നിങ്ങൾ സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? ഞങ്ങൾക്ക് അന്നത്തെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം. ഈ പ്രാവശ്യം നല്ല സൗകര്യം. ഇതിനുള്ളിൽ എല്ലാ സൗകര്യവും ഉണ്ട്. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളവിടെ വെള്ളവും ബൈസ്റ്റും എല്ലാനും ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സുഖമായിരുന്നു. നല്ല മേയറാണ്. പിന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ
തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു മൂലമാണല്ലോ ഹെഡ്. ഞങ്ങള് ചാലക്കുടിക്കാരൊക്കെ എപ്പോഴും പറയും BJP വാരി എടുക്കാന്ന്. കഴിഞ്ഞ വർഷത്തെ മേയർ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ പുതിയ മേയറിന്റെ ഒരു ഭരണം എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണത്തെ മേയർ ഏത് പാർട്ടിയാന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഈ തവണത്തെ നല്ല LDF. അതിന് നമ്മൾ അങ്ങനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. ഇല്ലില്ല, കാരണം ഇത് നല്ലതായിട്ട് പ്രവർത്തനം ഉണ്ടാവുന്ന ഞങ്ങൾക്ക് 100% പ്രതീക്ഷയുണ്ട്. നല്ലൊരു BJP പ്രവർത്തനമാണ് ഇതുകൊണ്ട്. എങ്ങനെയുണ്ട് എല്ലാ പ്രാവശ്യം വരാം? ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത്. നല്ലായിരുന്നു. അല്ല, ഇവരൊക്കെ വരാറുണ്ട്. ഞങ്ങള് 2 പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ്. നല്ലായിരുന്നു. ഇല്ല, നമുക്ക് ഇവിടെ നിന്നെല്ലാം ഇവർക്ക് അറിയാവുന്നതുകൊണ്ടും പിന്നെ ഇവർ വന്ന് പരിചയമുള്ളതുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.